ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. അപ്പൊ ഇന്ത്യൻ 2 എല്ലാരും കാത്തിരുന്ന ഒരു സിനിമ റിലീസായി. പടം കണ്ടു. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഐ ആം ഡിസപ്പോയിന്റഡ് എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് നിരാശ മാത്രമാണ് ഇതിന് വന്നത്. ഇന്ത്യൻ എന്ന സിനിമ തമിഴ് സിനിമയിലെ ഒരു ബെഞ്ച് മാർക്ക് സിനിമയാണ്. കമലഹാസനെ നമ്മൾ എന്താ പറയാ ആരാധിക്കാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ആരാധിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഇന്ത്യൻ പോലുള്ള സിനിമകൾ കണ്ടിട്ടാണ്. സോ അത്രയും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയ്ക്ക് എന്തിനിങ്ങനെ ഒരു സെക്കൻഡ് പാർട്ടിന്റെ ആവശ്യം എനിക്ക് ഇനി മനസ്സിലായില്ല. കാശാണോ, ബിസിനസിന് വേണ്ടിയിട്ടാണോ, അതോ ശങ്കറിന് സിനിമയില്ലാത്തതുകൊണ്ട് ഒരു ഫ്രാഞ്ചൈസി പോലെ എടുത്ത് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചതാണോ അറിയില്ല. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ശങ്കർ ഇതിനു മുമ്പ് ഇന്ത്യൻ 2 മുമ്പ് പുള്ളിക്കാരന്റെ ഏതൊക്കെ സിനിമ ഇറങ്ങിയിട്ടുണ്ടോ അതൊക്കെ ഒരു തമിഴ് സിനിമയുടെ ബെഞ്ച് മാർക്കിന് മേലെ കൊണ്ടുവരുന്ന പോലത്തെ ഒരു സിനിമയാണ്. പിന്നെ ശങ്കറിന്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഉള്ളിൽ കയറും. അത് ഏത് ഹീറോ ആയിക്കോട്ടെ, പക്ഷെ ശങ്കർ സിനിമയ്ക്ക് ഒരു ആളുള്ളിൽ വരുന്ന ഒരു ഇതുണ്ടായിരുന്നു തമിഴ് സിനിമയിൽ. അത് ഞാൻ ഈ സിനിമയിൽ കണ്ടില്ല. കാരണം അതിന്റെ ട്രെയിലർ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നല്ലോ പടം ഏത് ലെവലിലായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിനിമ. എന്താ പറയാ, അതുപോലെ തന്നെ ശങ്കറിന്റെ എല്ലാ സിനിമയിലും ഒരു പുതുമയുണ്ടാവും. ശിവാജി ആയിക്കോട്ടെ, അയ്യ ആയിക്കോട്ടെ, ഇന്ദ്രൻ ആയിക്കോട്ടെ, ഇന്ദ്രൻ 2 ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സംഭവം അതിന് പുതുമ കൊണ്ടുവന്നുണ്ടാവും. പക്ഷെ ഇത് നമ്മളൊരു 1500 സിനിമ കണ്ടിട്ടുണ്ടാവും. ശങ്കറിന്റെ സിനിമ തന്നെ പോയി ഒരു 10 സിനിമ എടുത്താൽ ഒരു 6 സിനിമ ഈ ഒരു എന്താ പറയാ ഈ ഒരു സെയിം പാറ്റേണിലും നമ്മൾ കണ്ടുവന്ന ആ ഒരു സ്റ്റോറി ലൈനും അത് തന്നെയാണ് ഇതിലും കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എന്താ പറയാ ആദ്യം സിനിമയുടെ തുടക്കം തൊട്ട് തന്നെ കമലഹാസനെ കാണിക്കുമ്പോൾ തൊട്ട് തന്നെ അതിനു മുമ്പാണ് സിനിമ കുറച്ചെങ്കിലും ആദ്യത്തെ ഒരു 15 മിനിറ്റ് സിനിമയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്, സിനിമ ഒന്ന് ഗ്രിപ്പ് പിടിക്കുന്നത് പറഞ്ഞ് വിചാരിച്ചു തുടങ്ങുമ്പോഴേക്കും കമലഹാസൻ ഇൻട്രൊഡക്ഷൻ വരും. ഇൻട്രൊഡക്ഷന് മുമ്പ് ഒരു സോങ്, അത് എന്തിനാണെന്ന് എനിക്ക് ഇനി മനസ്സിലായിട്ടില്ല. ആവശ്യമില്ലാത്തൊരു സോങ് അവിടെ. അത് കഴിഞ്ഞ് കമലഹാസന്റെ ഇൻട്രോ തൊട്ട് ഒന്നിനും എന്താ പറയാ തിയേറ്ററിൽ ഒരു ക്ലാപ്സ് ഇല്ല. ആൾക്കാർക്കൊന്നും ഒരു എന്താ പറയാ കാണണമെന്നൊരു ആഗ്രഹമില്ല. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാവരും മൊബൈലിലായി തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അത്ര സ്ലോ ആയിട്ടാണ് ഈ സ്ക്രീൻ പ്ലേയും ഇട്ട് ലാഗായി. അതുപോലെ തന്നെ സിദ്ധാർത്ഥ്, അവരുടെ ഒരു ഗ്യാങ്, പ്രിയ ഭവാനി ശങ്കർ, ഇവരുടെ ഒരു സംഭവം. ഇവര് ഈ #ടാഗ് വെച്ചിട്ട് സംതിങ് ലൈക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്, എന്നാലും ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരു #ടാഗ് വെച്ചിട്ട് ഇന്ത്യയിൽ 130 മില്യൺ എന്താ പറയാ ട്രെൻഡിങ് ആവുന്ന ഒരു #ടാഗ് ഒക്കെയാണ് ഇവര് കാണിക്കുന്നത്. അതൊന്നും സത്യമായിട്ടും ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവര് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് പറഞ്ഞ ഞങ്ങൾ ഈ എന്താ പറയാ ഞങ്ങൾക്ക് ഈ കറപ്ഷനൊക്കെ ഒഴിക്കണം, അതിനുവേണ്ടി ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി, ഞങ്ങൾ അതിനുവേണ്ടി ആഴ്ന്ന് പ്രവർത്തിക്കുന്നൊക്കെ പറയുന്നവര് ഒരു ഇഷ്യൂ വന്ന് ഒരു സിമ്പിൾ ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു തല്ല് കിട്ടുമ്പോഴേക്കും ഞങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അടുത്തവര് പോകുന്നത് ഈ 10, 90, 95 വയസ്സായ ഒരു എന്താ പറയുക ഒരു വൃദ്ധന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവർ ഇന്ത്യയുടെ ആ #ടാഗ് വെച്ച് ഇയാളെ തിരിച്ചു വിളിക്കാറ്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അതിന്റെ ആക്ഷൻ സീക്വൻസസ് അതിലും ഡിസപ്പോയിന്റ്മെന്റ് ആണ്. കാരണം ഒന്നും വിശ്വസനീയമല്ല. അതുപോലെ തന്നെ ആവശ്യമില്ലാത്തത് ലാസ്റ്റ് ഒരു ഫൈറ്റില് എന്തിനാണ് ബോഡി കാണിക്കുന്നതെന്ന് വില്ലന്മാർക്കും അറിയില്ല, അതിനുശേഷം കാണിച്ച നമ്മുടെ കമലഹാസനും അറിയില്ല. അങ്ങനത്തെ ഒരു ഫൈറ്റ് ആയിട്ട് ബോബി സിംഹ, ഒരു എന്താ പറയാ കമലഹാസന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോലീസുകാരൻ, പുള്ളിക്കാരൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ക്ലൈമാക്സിന് മുമ്പായിട്ട് ഒരു ചേസിങ് സീൻ ഉണ്ട്. അപ്പോൾ ഇതിന് കമലഹാസനുള്ളത് ഒരു യൂണിസൈക്കിൾ സാധനമാണ്, 2 കാല് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായി പോകുന്ന ഒരു വണ്ടി. അത് ഏകദേശം 30 കിലോമീറ്റർ സ്പീഡിലേക്ക് പോവുള്ളൂ. ആ സംഭവത്തിനെ ഈ ഒരു CBI ഓഫീസറാണ് ബോബി സിംഹ. ബോബി സിംഹിന്റെ ഒരു ഫുൾ ടീമും ഉണ്ട്. ഇവര് കാറും ബൈക്കും എല്ലാം വെച്ച് ചേസ് ചെയ്തിട്ടും അതിനെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ആക്ഷൻ സീക്വൻസസ് ആണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തേക്ക് ഒരു ഫൈറ്റ് നമ്മൾക്കത് തിയേറ്ററിൽ എത്രത്തോളം ആ സിനിമയുടെ ഒരു ആസ്വാദനം കുറയ്ക്കുന്നുള്ളതൊക്കെ ശങ്കറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ ഭാഗത്ത് ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. പിന്നെ പാട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അനിരുദ്ധ്, ഞാൻ റീസെന്റ് ചെയ്തതിൽ അനിരുദ്ധിന്റെ ഏറ്റവും എന്താ പറയാ ഡിസപ്പോയിന്റഡ് ആയിട്ടൊരു കോമ്പോസിഷൻ ആയിരിക്കും ഇന്ത്യൻ 2. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ സംതിങ് എനിക്കത് അത്ര വലുതായിട്ടൊന്നും തോന്നിയില്ല. പാട്ടുകളും അത്ര വലുതായിട്ടൊന്നുമില്ല. താത്ത വരാതെ പാട്ടായിരുന്നു ഒന്ന് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിട്ടുണ്ട്. അതിൽ കൊറിയോഗ്രാഫിയിൽ വന്നിട്ട് കൊറിയോഗ്രാഫി നന്നായിട്ടുണ്ടെങ്കിലും പ്രിയ ഭവാനി ശങ്കറിനൊന്നും കളിക്കാനേ വരുന്നില്ല അതിൽ. അതുകൊണ്ടും എനിക്കത് കാണാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ SJ സൂര്യ, ഞാൻ വിചാരിച്ചൊരു കിഡിലൻ വില്ലൻ റോൾ ആയിരിക്കുന്നത്. ഈ പാർട്ടിൽ എന്തായാലും SJ സൂര്യക്ക് വലിയ റോളൊന്നുമില്ല, ജസ്റ്റ് അവിടെ വന്ന് പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇവർ ഇമ്പോർട്ടൻ്റ് ആയി കാണിക്കുന്നത് കമലഹാസൻ ഈ മർമ്മം ആ സംഭവം കൈവച്ച് കാണിക്കുന്നത്. അതിനെ എന്താ പറയാ അതൊരു ഇന്ത്യൻ പാർട്ട് 1 അത് നമുക്കൊരു അതിശയമായിരുന്നു. പക്ഷെ ഇന്ത്യൻ പാർട്ട് 2 എത്തുമ്പോൾ ഇതിനെ ഓവറായിട്ട് കാണിച്ച് നമുക്ക് വെറുപ്പിക്കുന്നത് പോലെ എല്ലാ ഫൈറ്റ് സീനിലും വന്നിട്ട്
ഇതിനവിടെ സ്ലോ മോഷൻ ഇട്ട് ഇങ്ങനെ ചെയ്യും, ആ വർണ്ണം ഈ വർണ്ണം കുതിര പോലെയൊക്കെ പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇതൊരു വർണ്ണം ചെയ്തു കഴിയുമ്പോഴേക്കും ആൾക്കാർ കുതിര പോലെയൊക്കെ മാറി ഓടി ഓടി മരിക്കുന്നത് പോലെയൊക്കെ. ഇതൊക്കെ പഴയ കോമഡിയാണ്. ഇതൊന്നും ഇപ്പൊ കാണിച്ച എത്ര പേർക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. നമ്മള് എന്താ പറയാ, KGF പോലെ ഒരു ഫ്രാഞ്ചൈസ് എടുത്തിരിക്കുമ്പോൾ ഇന്ത്യൻ പാർട്ട് 1 KGF പാർട്ട് 1 പോലെ അത്ര സൂപ്പർ ആയിട്ട് ഫ്രാഞ്ചൈസ്, അത്ര സൂപ്പർ ആയിട്ടൊരു സിനിമയാണ്. അപ്പൊ നമ്മൾക്ക് അത്ര ഒരു എന്താ പറയാ പ്രതീക്ഷയോടെയാണ് പാർട്ട് 2 കാണാൻ പോയത്. പക്ഷെ പാർട്ട് 2 ഈസ് ടോട്ടലി ഡിസപ്പോയിന്റഡ്. എന്താ പറയാ, സ്ക്രീൻ പ്ലേ ഫസ്റ്റ് ഹാഫ് തൊട്ട് പടത്തിൽ ഒന്നും പുതിയതായിട്ട് പറയാനൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്ന കഥയാണ്, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇതിൽ ആകെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ വേണമെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതിനൊരു എൻഡ് ക്രെഡിറ്റ് സീൻ വരുന്നുണ്ട്. അത് പാർട്ട് 3ലേക്ക് ഇവരതിനെ എന്താ പറയുക ഒരു കണ്ടിന്യൂഷൻ പോലെ വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് സീൻസും ആ ഒരു ബാക്ക്ഗ്രൗണ്ട്സ് കുറക്കെ വെച്ചിട്ട് ഓക്കെ സംതിങ് ഈസ് ദെയർ ഇൻ പാർട്ട് 3 എന്ന് എനിക്ക് തോന്നി. എന്റെ അടുത്ത് ചോദിച്ചാൽ ഈ പാർട്ട് 2 എന്ന് പറയുന്ന സംഭവത്തിന്റെ ആവശ്യമില്ല. കുറച്ച് ഷോർട്ട് ആക്കിയിട്ട് പാർട്ട് 2ഉം പാർട്ട് 3യും കൂടി ഒരുമിച്ചെടുത്താണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പക്ഷെ ദിസ് വൺ ടോട്ടലി ഡിസപ്പോയിന്റഡ്. എനിക്കൊരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് ഇന്ത്യൻ 2 തോന്നിയത്. നിങ്ങൾ കമലഹാസൻ ഫാൻ ആണെങ്കിൽ, ഇല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രാഞ്ചൈസ് ഇന്ത്യൻ സിനിമ കണ്ടിട്ട് നിങ്ങൾ കമലഹാസന്റെ ഫാൻ ആയ ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. ഐ ആം ടോട്ടലി ഡിസപ്പോയിന്റഡ് ഗൈസ്. അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ത്യൻ 2നെ കുറിച്ച് എനിക്ക് പറയാൻ. ഞാൻ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ഗൈസ്.